എത്രയോ ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയാണ്. ചെറുതായിട്ടൊരു ഇളം വെയിലൊക്കെ വരും, പക്ഷെ അതൊരു 5 മിനിറ്റത്തേക്ക് മാത്രം. പിന്നെയും മഴ കനക്കും, പെരുമഴ തന്നെ. അങ്ങനെ മഴയത്ത് കിടന്ന് കിടന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഒരു പായലൊക്കെ പിടിക്കുന്ന അവസ്ഥയായി. വണ്ടിയിൽ നിറച്ചും അടിവശത്തൊക്കെ ഒരു പച്ച കളർ പോലെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി വണ്ടി വാട്ടർ സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കണ്ടീഷനാണ്. പക്ഷേ നമ്മളിവിടെ പീരുമേട് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരം പോകണം. വാട്ടർ സർവീസ് ഇവിടെ അടുത്തെങ്ങുമില്ല. ഒന്നെങ്കിൽ മുണ്ടക്കയത്ത് പോകണം, അല്ലെങ്കിൽ എലപ്പാറയിൽ നിന്ന് കട്ടപ്പന റൂട്ടിലേക്ക് പോകുന്നിടത്തുണ്ട്, അല്ലെങ്കിൽ പിന്നെ പെരിയാറ്റിൽ പോകണം. ഇത്രയും ദൂരത്ത് ഈ മഴയത്ത് പോയിട്ട് പിന്നെ വാട്ടർ സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഇതുപോലെ ഈ അവസ്ഥ തുടർന്നാൽ വീണ്ടും നമ്മളൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് വന്നാൽ ഒരു 10 ദിവസം കിടന്നാൽ പിന്നെ ഇതേ അവസ്ഥയാകും എന്നുള്ളത് കൊണ്ടും സ്വന്തമായിട്ട് തന്നെ കാർ കഴുകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ മലയുടെ മേളിലാണല്ലോ താമസിക്കുന്നത്. മുമ്പും നമ്മുടെ വീടൊക്കെ പലരും കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. അപ്പം നമുക്ക് വണ്ടി ഇങ്ങനെ റോഡ് സൈഡിലാണ് ഇട്ടിരിക്കുന്നത്, ഇവിടെ അടുത്ത് താമസിക്കുന്നവരുടെ എല്ലാം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി വീട്ടിൽ നിന്നുള്ള വെള്ളം എടുത്ത് കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന റൂട്ടിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. എന്നാലും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കഴുകാൻ പാകത്തിന് വേനൽക്കാലത്ത് പോലും വെള്ളം വരുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണത്. അവിടുന്ന് ട്യൂബ് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ പ്രദേശത്തുള്ളവർ തന്നെ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് സ്ഥിരമായിട്ട് അവിടെ വണ്ടി കഴുകാൻ പറ്റും. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ അവിടെ വന്നിട്ട് വണ്ടി കഴുകാറുണ്ട് കേട്ടോ. കാരണം ഈ മലയുടെ മുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കുമൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം എല്ലാവരും ഇവിടെ കൊണ്ടിട്ടാണ് വണ്ടി കഴുകുന്നത്. ബസ്സും കാറും ലോറിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കഴുകാറുണ്ട്. അപ്പോൾ ഈ വെള്ളം മലമുകളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നല്ല വെള്ളമാണ്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. കുടിക്കാനും ഒക്കെ വെള്ളം, വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ. ഇത് സ്ഥിരമായിട്ട് വേനലായാൽ പോലും വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് കുറയുമെങ്കിലും വെള്ളം സ്ഥിരമായിട്ട് കിട്ടാറുണ്ട് ഇവിടെ. അവിടെ ഒരു കനാൽ പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ആളുകൾ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നത് ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. എന്നാലും നമ്മളിവിടെ മിക്കപ്പോഴും ഇവിടെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ വണ്ടി കഴുകാൻ വരാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിന്ന് നമുക്ക് വണ്ടി കഴുകാൻ പറ്റും. ചെറിയ ചാറ്റൽ മഴയുണ്ട്, മഞ്ഞും തണുപ്പും ഒക്കെ നന്നായിട്ടുണ്ട്. എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമല്ലോ. വണ്ടി കഴുകി ഏകദേശം തീരാറായപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലെൻമേരിക്ക് പോകുന്ന റൂട്ടാണ്. ഏലപ്പാറയിൽ നിന്ന് ഗ്ലെൻമേരിക്ക് പോകുന്ന റൂട്ടിലുള്ള മറ്റൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെയും നമുക്ക് വണ്ടി കഴുകാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് ഓസൊന്നും ഇട്ടിട്ടില്ല. അത് കാരണം കുറച്ചൊന്ന് ഇറങ്ങി നിന്നിട്ട് വെള്ളം കോരിയിട്ടൊക്കെ വേണമെങ്കിൽ കഴുകാം. പക്ഷെ ഭയങ്കരമായിട്ട് വെള്ളം വന്നാൽ കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. കാരണം പാറയൊക്കെ തെന്നി കിടക്കുവാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് നല്ലൊരു പ്ലേസാണ് ഇതും. അങ്ങനെ നമ്മുടെ ഒരു നാടെന്ന് പറയുന്നത് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിറച്ചും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് സുന്ദരമായിട്ടുള്ള നാടാണ് ഇത്. ഏലപ്പാറ റൂട്ടാണ്. ഇതുവഴിയൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ നാട് എങ്ങനെയുണ്ട്? മനോഹരമല്ലേ? അപ്പോൾ ഇതുവഴി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വെൽക്കം. ഇവിടെ അടുത്ത് തന്നെയാണ്. വാഗമണ്ണ് പോവാം, പരുന്തുംപാറ, തേക്കടിയൊക്കെ ഈ പ്രദേശത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.